അല്ലേതാരാടാ വാ. ഞാനെന്ന് പറഞ്ഞ തീമെന്തായി? അതല്ല ഓക്കെയാടാ. ഞാൻ തന്നെ ആയിരിക്കില്ല നായകേ. അതെല്ലാം പിന്നെ അങ്ങനെ തന്നെ മുത്തേ. ഡാ ഇങ്ങ് വന്നേ. ആ ഹലോ ഉണ്ണിയേട്ടാ. എന്നാപ്പാ സുഖം തന്നെ? ആ എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോഴേ ആ ഏച്ചിക്കെല്ലാം സുഖം തന്നെയല്ലേ? ഇപ്പോ നമ്മളെ പ്രേമുണ്ട്, നമ്മളെ അൽഫോൻസ് പുത്രന്റെ പടം. നിങ്ങൾക്ക് അൽഫോൻസ് പുത്രനെ അറിയില്ലേ? പാട്ടുകാരനാവും. ഓര് നമ്മൾ നേരത്തെ ഡയറക്ടറാണ്. എന്താ? ഹലോ ഹലോ വെച്ചാ ഈ മലയാള സിനിമ എന്ന് വിചാരിച്ച വെറുതെ പോയി കാണാനുള്ള കോമഡി എന്ന് എല്ലാവരും വിചാരം. അതിനും വല്ല കോമഡി സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ കണ്ടാ പോരെ? അല്ലേ ലാലേട്ടാ? എന്റെ പെങ്ങളെ ഇന്ദു ചൂടന്റെ അരിയത്തിയെ മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടുകയറ്റി കളിക്കല്, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. ഇടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടി കയറ്റി കളിക്കരുത്, ചവിട്ടി താഴ്ത്തി ഞാൻ പാതാളത്തിലേക്ക്. നീ എവിടെ പഠിക്കാനാണോ? ആമേ ആ ഹലോ. ആടാ പറ. നാളെയാണ് കാസ്റ്റിംഗ്, ഓർമ്മയില്ലേ? ആ ഓർമ്മയില്ലാണ്ട് ഞാനിപ്പോ അതിന്റെ തിരക്കിലാന്ന്. പിന്നെ നടക്കട്ടെ, ഞാനത് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ഓക്കേടാ ശരി.
വാട്ട്സ് എ നെയിം? നെയിം രാഹുൽ. നെക്സ്റ്റ്. അല്ലയോ രാമ, നീ എൻ്റെ അൽബലത്തെ ഇല്ലാതാക്കുമായിരിക്കും. അലയൊക്കെ കറക്കും. അല്ലയോ രാമ. നീ നിന്റെ ആൽബലം തല നശിപ്പിക്കുമായിരിക്കും. പക്ഷേ കാലഘട്ടം രാവണന്മാർ ഇനിയും തരുന്നു. പക്ഷേ കാലചക്രം കറങ്ങും. ലോകം നശിക്കും. അവികൾ ഇനിയും പിറകെ കേൾക്കും. ഭൂമി നശിക്കും. അല്ലയോ രാമ. എന്താ ബാഗിലെന്താ? ഓ, ഇത് ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ സീരീസ് ആണ്. അതവിടെ കാണിക്കാൻ മറന്നോണ്ട് കേട്ടോ. നെക്സ്റ്റ്. 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 അല്ലയോ രാമ, നീ നിന്റെ ആൽബം അല്ലയോ രാമ, രാമ അല്ലയോ രാമ, നീ അല്ലയോ രാമ, നീ നിന്റെ ആൽബം കൊണ്ട് നീ നിന്റെ ആൽബലം കൊണ്ട് തന്നെ ഇല്ലാതാക്കുമായിരിക്കും. പക്ഷേ കാലചക്രം നീ നിന്റെ ആൾബലം കൊണ്ട് എന്നെ ഇല്ലാതാക്കുമായിരിക്കും. പക്ഷേ രാവണന്മാർ ഇനിയും ജനിക്കും. ആൽബം കൊണ്ട് ഇല്ലാതാക്കുമായിരിക്കും. പക്ഷെ കാലചക്രം തിരിയും. സാറേ സാറേ ഒരു ഒറ്റ ദിവസം ഇപ്പൊ ശരി ശരിയാക്കാം. അല്ലയോ രാമ, അല്ലയോ രാമ, നീ നിന്റെ ആൽബം നീ ആൾബലം കൊണ്ട് എന്നെ ഇല്ലാതാക്കുമായിരിക്കും. പക്ഷേ കാലചക്രം തിരിയും. അല്ലയോ രാമ, സർ അത് അല്ലയോ രാമ, നീ നിന്റെ ആൾബലം കൊണ്ട് എന്നെ ഇല്ലാതാക്കും. പക്ഷേ കാലചക്രം തിരിയും. സർ കൂടി കാലചക്രം തിരിയും. കാലചക്രം തിരിയും. രാവണന്മാർ സർ പ്ലീസ് ഒന്നുകൂടി സർ, ഒറ്റ പ്രാവശ്യം. സർ ഒരൊറ്റ പ്രാവശ്യം സർ, പ്ലീസ് ഒരൊറ്റ പ്രാവശ്യം. അല്ലേ രാമ. സാർ പ്ലീസ് സാർ, സാർ ഒരൊറ്റ പ്രാവശ്യം സാർ, പ്ലീസ് സാർ, പ്ലീസ് ഒരൊറ്റ പ്രാവശ്യം കൂടി സാർ, പ്ലീസ്. സർ
പ്ലീസ് ഒന്നും കൂടി ഒറ്റ പ്രാവശ്യം. ഹലോ ആടാ എന്താടാ? ഹലോ 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 പിന്നെ FB-യിൽ ഞാനൊരു കാസ്റ്റിംഗ് കോൾ ഇൻവിറ്റേഷൻ കണ്ടു. ഏതോ വലിയ ഡയറക്ടറുടേതാ. നീ ഒന്ന് കൊടുത്തു നോക്ക്. ഹലോ ഹലോ കാസ്റ്റിംഗ് കോൾ. മലയാളത്തിലെ സംവിധായകൻ പുതുമുഖ താരങ്ങളെ അന്വേഷിക്കുന്നു. 20 വയസ്സിന് 30 പ്രായം. ദയവേത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അയക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറവ് കൂടിയുള്ളൂ. എന്നെ അയച്ചാളയാ മതി. ഇനി ഇതേ കൂടി ആടാ നീ ഫോൺ മാറ്റിയോ? ഞാൻ നിന്റെ ആരാ? ഫ്രണ്ട്? ഫ്രണ്ടല്ല, ബെസ്റ്റ് ഫ്രണ്ട്. ആ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ എല്ലാ തെറ്റുകുറ്റവും ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തല്ലേ. അതിനിപ്പോ ഇവിടെ നിന്നുണ്ടായേ? മടുത്തടാ എല്ലാരെയും പരിഹാസവും അപമാനവും. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റിയ കാര്യമല്ല, അതെല്ലാം കഴിവുള്ളവർക്ക് പറ്റിയ കാര്യമാണ്. എടാ നിന്നൊരു നടനുണ്ട്, ആ നടനെ കണ്ടവനാ ഞാൻ. അതനുസരിച്ച് നിനക്ക് എല്ലാ പ്രോത്സാഹനവും ഞാൻ നൽകുന്നു. ഇല്ലടാ, മടുത്തടാ, മടുത്ത്. ഹലോ ഹലോ, രാഹുലല്ലേ? അല്ല, ഫ്രണ്ടാണ്. ഞാൻ ലാൽ ജോസാണ്. നിങ്ങൾക്ക് കളിയാക്കുന്നതിനൊരു അതിരില്ലേ? കളിയാക്കിയതല്ല സുഹൃത്തെ, ലാൽ ജോസാണ്. ഒന്ന് നിർത്താമോ? സുഹൃത്തെ, ഞാൻ സംവിധായകൻ ലാൽ ജോസാണ്. ഇന്നലെ രാഹുൽ അയച്ചൊരു കാസ്റ്റിംഗ് ആപ്ലിക്കേഷൻ എനിക്ക് കിട്ടിയിരുന്നു. അതിലെ ഫോട്ടോ കണ്ട് ഇഷ്ടമായി വിളിച്ചതാണ്. രാഹുലിന് ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ ഒരു രൂപമാണ്. എനിക്കെന്തായാലും എൻ്റെ പ്രൊജക്റ്റ് പെട്ടെന്ന് തുടങ്ങണം. അതുകൊണ്ട് അവരോട് കഴിയുന്നതും നേരത്തെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. അവരടുത്തോട്ടോ? ആ ഇതുപോലൊരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി